പീപ്പിൾ ടിവി ബിഗ് ബ്രേക്കിംഗ് സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിത നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഔദ്യോഗിക ഫോണിലൂടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ ഫോണിലൂടെയുമായിരുന്നു സംഭാഷണം. തമ്പാനൂർ രവിയുമായാണ് സരിത ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത്. ആര്യാടൻ മുഹമ്മദ്, ബെന്നി ബഹനാൻ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നിവരുമായും സരിത ഫോണിൽ ബന്ധപ്പെട്ടു. 2015 മാർച്ച് മുതൽ ഒരു വർഷത്തെ രേഖകളാണ് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. സരിത നായരും മുഖ്യമന്ത്രിയും തമ്മിൽ 2015 മാർച്ച് 1 ടെലിഫോൺ സംഭാഷണം 50 സെക്കൻഡ് നീണ്ടുനിന്നു. സിഎമ്മുമായിട്ട് എൻ്റെ 2 ഫോണിൽ നിന്നും ഞാൻ 2014 ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് ഒരു മിഡ് 2014 ശേഷം ഓഗസ്റ്റ് തൊട്ട് ഏകദേശം 6 തവണയോളം 2014-2015 കാലഘട്ടത്തിലും 2015 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമാണ് സാറിൻ്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളും സരിതയും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെയും തെളിവുകളാണ് പുറത്തുവരുന്നത്. സരിത നായർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവരുമായെല്ലാം ഫോണിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയും സരിതയുമായി 34 തവണയാണ് സംസാരിച്ചത്. 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു ഇത്. മുഖ്യമന്ത്രിയുടെ വലംകൈയായി അറിയപ്പെടുന്ന ബെന്നി ബഹന്നാൻ സരിതയുമായി 80 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. മറ്റൊരു പ്രമുഖനായ തമ്പാനൂർ രവി 515 തവണയാണ് സരിതയുമായി സംസാരിച്ചത്. സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകാനെത്തിയ സമയത്ത് തമ്പാനൂർ രവിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നായിരുന്നു ഉള്ളടക്കം. സരിതയ്ക്ക് 3 നമ്പറുകളുണ്ടെങ്കിലും 9544023627 എന്ന നമ്പറിലായിരുന്നു വിളികൾ അധികവും. ഹൈബി ഈഡൻ MLA 18 തവണയാണ് സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടതെങ്കിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് 41 തവണയാണ് ബന്ധപ്പെട്ടത്. മന്ത്രി അടൂർ പ്രകാശ് 2 തവണയും സരിതയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിതയുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും എന്തിന് ഇത്രയേറെ തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സരിത നായരെ അറിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. സരിതയെ പീഡിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിമാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നും UDF-നെ ബഹിഷ്കരിക്കാൻ കേരള ജനത തയ്യാറാകണമെന്നും VS അച്യുതാനന്ദൻ കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. നിയമത്തിൻ്റെ മുമ്പിൽ നിയമം മുഖ്യമന്ത്രിയെന്നോ അല്ലാത്തവനെന്നോ ഉള്ള തരത്തിലുള്ള വ്യത്യാസം നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവർക്കെതിരായി നടപടിയെടുക്കാൻ ധൈര്യമായി മിസ്റ്റർ ഉമ്മൻചാണ്ടി തയ്യാറാകേണ്ടതാണ്. സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോപണവും യാഥാർത്ഥ്യവും രണ്ടാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാമെന്നും കേരളത്തിൽ നടക്കുന്നത് ഇതാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിത പറയുന്ന കാര്യങ്ങളിൽ 1% ശരിയുണ്ടെങ്കിൽ അത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയുടെ കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ശക്തി ഉണ്ടെന്നും ആരോപിച്ചു. ഇങ്ങനെയൊരു കത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സാധ്യതകൾ അനുദിനം തെളിഞ്ഞ് വരുമ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ധരിച്ചിരുന്നത് അതും നഷ്ടമായപ്പോൾ UDF-ൻ്റെ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്നൊരു ഗൂഢാലോചനയാണ്. സരിതയ്ക്ക് വധഭീഷണി. മുഖ്യമന്ത്രിക്കെതിരായ കത്ത് പുറത്തു വന്നതിന് ശേഷം ഫോണിൽ നിരന്തരം വധഭീഷണി വരുന്നതായി സരിത. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിക്കിടയിലും ഭീഷണി വന്നതായി സരിത പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള സരിത എസ് നായരുടെ കത്ത് പുറത്തുവന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭീഷണി കോളുകൾ വന്നു തുടങ്ങിയതെന്ന് സരിത പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് പ്രധാന ഭീഷണി. മുഖ്യമന്ത്രിക്കെതിരെ ലെറ്റർ ഓൺ ചെയ്ത സമയം തൊട്ട് കോൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒരു 9 മണി തൊട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോൾസ് വരുന്നുണ്ട്. വിളിച്ചിട്ട് കാല് തട്ടും, അടികൊണ്ട് ചാവും എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയരുതെന്ന് പറയുന്നുണ്ട്. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിക്കിടയിലും ഭീഷണി കോളുകൾ വന്നു. പരിപാടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതായി സരിതയുടെ സഹോദരൻ ബിനു പറഞ്ഞു. ഇന്റർവ്യൂ തുടങ്ങിയ സമയം തൊട്ട് ഇത് നിർത്തുന്ന സമയം വരെയും നെറ്റ് കോൾസുകളാണ് കംപ്ലീറ്റ് വരുന്നത്. ചില ആൾക്കാർ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറയും, ചില ആൾക്കാർ കൈയും കാലും വെട്ടുമെന്ന് പറയുന്നുണ്ട്, പിന്നെ ചില ആൾക്കാർ വീട് കയറി തീ വെക്കുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്താൻ പറ, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ, ലൈവ് പരിപാടി നിർത്താൻ പറ.
കോൺഗ്രസുകാരാണെന്ന് പറഞ്ഞാണ് അധികം കോളുകളും വന്നത്. ചിലത് നെറ്റ് കോളുകളായിരുന്നെന്നും സരിത പറഞ്ഞു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല. അവർ ഇതിൽ യാതൊരു നടപടിയും എടുക്കില്ലെന്നും സരിത കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയെന്ന് സരിത. കേസിൽ തന്നെ രക്ഷിക്കാമെന്ന് മുഖ്യമന്ത്രി അമ്മയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. സോളാറിന്റെ ഓഹരി കൈപ്പറ്റിയ മുഖ്യമന്ത്രിക്ക് മാര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാത്തത് എന്തെന്നും സരിത ചോദിച്ചു. പീപ്പിൾ TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന്റെ അന്യോന്യം പരിപാടിയിലായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ സരിത എഴുതിയ കത്ത് പുറത്തുവന്ന പശ്ചാത്തലത്തിലായിരുന്നു സരിത കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി. മുഖ്യമന്ത്രി ചെയ്തതെല്ലാം സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനുള്ളവയാണെന്നും സരിത അന്യോന്യത്തിൽ പറഞ്ഞു. സോളാറിന്റെ ഓഹരി കൈപ്പറ്റിയവരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും സരിത ചോദിച്ചു. സോളാർ ഒറ്റ കേസായി അന്വേഷിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയും ആര്യാടനും കൂട്ടുപ്രതികളാകുമായിരുന്നെന്നും സരിത പറഞ്ഞു. ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് മെയിനായിട്ട് രക്ഷപ്പെടുക. കാര്യം ഇതിന്റെ പണം അതിൽ പോയിട്ടുണ്ടെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സാറിന് മാത്രമാണ്. ഇതിനകത്ത് ഇതേപോലെ തന്നെ ആളോഹരി പറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് സാറും. എന്തുകൊണ്ട് അവരെ പ്രതിയാക്കിയില്ല? താൻ ജയിലിലായിരുന്നപ്പോൾ തന്നെ രക്ഷിക്കാമെന്ന് മുഖ്യമന്ത്രി അമ്മയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും വേണ്ടതെല്ലാം ഇതിനായി ചെയ്തോളും. കേസ് ഒത്തുതീർപ്പാക്കാനായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രി തന്നിരുന്നതായും സരിത പറയുന്നു. CM തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കമ്മീഷനിൽ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം, കേസിൽ ശിക്ഷിക്കപ്പെടാതെ നോക്കാം. അഥവാ ശിക്ഷ വന്നാൽ പോലും മൈനറായിട്ടുള്ള ശിക്ഷകൾ മാത്രമേ വരുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരുടെ പണം മൊത്തം തിരിച്ചു കൊടുക്കാം. അവരെ വഴി രവിയും ബെന്നിയും വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നാണ് അമ്മയോട് പറഞ്ഞത്. എനിക്ക് ഇത്തരം ഒരു മോശം ചരിത്രം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. താൻ മോശക്കാരിയാണെങ്കിൽ എന്തിനാണ് ഇവരെല്ലാം തന്നെ വിളിച്ചത്? സോളാർ കമ്മീഷന് മുന്നിൽ 14 മണിക്കൂർ ഇരുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള നാടകമായിരുന്നെന്നും സരിത പറഞ്ഞു. സോളാർ കേസ് ഒറ്റ കേസായി അന്വേഷിക്കണം. തന്നെയും മക്കളെയും ജീവിക്കാൻ അനുവദിക്കണം. ഇതാണ് സരിതയുടെ ഇനിയുള്ള ആഗ്രഹമെന്ന് പീപ്പിൾ TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യം പരിപാടിയിൽ സരിത കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്ന് ഹൈക്കോടതി. സരിതയ്ക്ക് വിശ്വാസ്യതയില്ലെന്നും പരാതിക്കാരനു വേണ്ടി പ്രതിക്ക് എങ്ങനെ കേസ് നടത്താനാകുമെന്നും കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് സരിത പറഞ്ഞു. തെളിവുകൾ പോലീസിനെ ഏൽപ്പിച്ചാൽ നഷ്ടപ്പെടുമെന്ന് ആശങ്കയുണ്ടെന്നും സരിത പറഞ്ഞു. കോതമംഗലത്ത് ആന്റണി ജോൺ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. SFI മുൻ ജില്ലാ പ്രസിഡന്റും DYFI ബ്ലോക്ക് സെക്രട്ടറിയുമാണ് ആന്റണി ജോൺ. തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ടിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും CPIM തീരുമാനിച്ചു. ഇതോടെ CPIM മത്സരിക്കുന്ന 92 സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് 2 പേരുടെയും സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. UDF സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജോണി നെല്ലൂരിനെ പിന്തുണയ്ക്കേണ്ടെന്നും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഇൻഫോസിസ് മുൻ CEO ഷിബുലാൽ വെബ്സൈറ്റിന്റെ പ്രകാശനോദ്ഘാടനം നിർവഹിച്ചു. www.pinarayivijayan.in എന്നതാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ വെബ്സൈറ്റ് വിലാസം. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും വെബ് പേജിലുണ്ട്. കാഴ്ചപ്പാടുകൾ എന്ന പേജിലാണ് ഇതെല്ലാം വരിക. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ് എന്ന വിഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. പിണറായി വിജയന്റെ അഭിമുഖം ഗാലറി പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ, ഐപാഡ്, മൊബൈൽ തുടങ്ങി എല്ലാത്തിലും വെബ്സൈറ്റിന്റെ സാന്നിധ്യം ഉണ്ടാകും വിധമാണ് സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ ഇൻഫോസിസ് മുൻ CEO ഷിബുലാൽ വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. സമൂഹത്തിലെ പ്രശ്നങ്ങളിലേക്ക് നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ, അതിനുമപ്പുറം ജനങ്ങളുമായുള്ള സംവദിക്കൽ, ഇതൊക്കെയാണ് വെബ്സൈറ്റിന്റെ ലക്ഷ്യമെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. എങ്ങനെ കേരളം അഭിവൃദ്ധിപ്പെട്ടു വരണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അവരുമായി സംവദിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അവരിലേക്കെത്താനും അവരോട് ചേർന്ന് നിൽക്കാനും ഇത്തരമൊരു മാധ്യമം നല്ലതുപോലെ ഉപകരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായ ഡോക്ടർ തോമസ് ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, CPIM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, TN സീമ, CP നാരായണൻ MP, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഹൈക്കമാൻഡ് വെട്ടിനിരത്തുമെന്ന് ഉറപ്പായതോടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബെന്നി ബെഹനാന്റെ നാടകീയമായ പിന്മാറ്റം. ഹൈക്കമാൻഡ് ലിസ്റ്റ് പ്രഖ്യാപിക്കാനിരിക്കെ താൻ പിന്മാറുന്നതായി ബെന്നി ബെഹനാൻ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. സുധീറിന് ഇഷ്ടമില്ലെങ്കിൽ താൻ മത്സരിക്കാനില്ലെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ ബെന്നി അനുകൂലികൾ പ്രകടനം നടത്തി. തർക്കമണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഭീഷണിക്ക് ഹൈക്കമാൻഡ് വഴങ്ങിയതിനു പിന്നാലെയാണ് വിശ്വസ്തനായ ബെന്നി ബെഹനാന്റെ പേരുവെട്ടിയുള്ള തിരിച്ചടി. ഇന്ന് രാവിലെയാണ് ബെന്നി ബെഹനാന്റെ പേര് വെട്ടാൻ രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടതെന്നാണ് വിവരം. സോളാർ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തിരിച്ചടിയായത്. രാഹുലിന്റെ അപ്രതീക്ഷിത ഇടപെടൽ ബോധ്യപ്പെട്ടതോടെ KPCC പ്രസിഡന്റ് VM സുധീരനെ വിമർശിച്ച് ബെന്നി പിന്മാറ്റം പ്രഖ്യാപിച്ചു. KPCC പ്രസിഡന്റിന് താല്പര്യമില്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ തയ്യാറാകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും എന്നെ മാറ്റണമെന്ന ആവശ്യം ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. ബെന്നിക്ക് പകരം A ഗ്രൂപ്പിൽ തന്നെയുള്ള PT തോമസിന്റെ പേര് നിർദ്ദേശിച്ച സുധീരൻ നേരത്തെ തന്നെ A ഗ്രൂപ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. ഗ്രൂപ്പിൽപ്പെട്ട PT തോമസിനെ പരസ്യമായി എതിർക്കാൻ A ഗ്രൂപ്പ് നേതാക്കൾക്ക് കഴിയില്ല. ഇതും ബെന്നിക്ക് തിരിച്ചടിയായി. പിന്നീട് ബെന്നി ബെഹനാനെ അനുകൂലിച്ച് കൊച്ചിയിൽ പ്രകടനങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാൻ സാധ്യത. ആരോപണ വിധേയരായ മന്ത്രിമാർക്ക് വീണ്ടും സീറ്റ് നൽകിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക. TN പ്രതാപൻ, മന്ത്രി CN ബാലകൃഷ്ണൻ തുടങ്ങി സ്വയം ഒഴിയാൻ തയ്യാറായ 4 MLA-മാരെ ഒഴിവാക്കുന്നതോടുകൂടി 35 സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും മത്സരിക്കാനാകും. വിവരങ്ങളുമായി ഇപ്പോൾ M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഔദ്യോഗികമായി ഇന്ന് പ്രസിദ്ധപ്പെടുത്തുമോ പട്ടിക? അജിംഷാദ് 7 മണിയോടുകൂടി പട്ടിക പുറത്തുവരും എന്നാണ് AICC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെയും AICC ആസ്ഥാനത്തുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് പട്ടിക പുറത്തുവരും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ബെന്നി ബെഹനാനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിന്നതിനാലാണ് പട്ടിക വൈകിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യാടൻ മുഹമ്മദും CN ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും PA മാധവനും പ്രതാപനും ബെന്നി ബെഹനാനും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. നേരത്തെ തന്നെ പിന്മാറിയവരും കൂടാതെ ബെന്നി ബെഹനാൻ രാഹുൽ ഗാന്ധി ഇടപെട്ട് പട്ടികയിൽ നിന്ന് മാറ്റുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം ഈ പട്ടിക പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അജിംഷ. ശരി സന്തോഷ് M ആണ് വിവരങ്ങൾ. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ചുങ്കത്ത് ജ്വല്ലറിയുടെ ശതാബ്ദി സമർപ്പണം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. രാജീവ് പോൾ ഇരിങ്ങാലക്കുട ഷോറൂമിലെ ആദ്യ വിൽപ്പന നടത്തി. ചുങ്കത്ത് ജ്വല്ലറി ബ്രാഞ്ചുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഇന്നസെന്റ് MP നിർവഹിച്ചു. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഹൈപ്പർ മാർക്കറ്റായ കോസ്മോ സ്പോർട്സ് ലോകത്തിലെ ഏറ്റവും വലിയ ബാഡ്മിൻ്റൺ റാക്കറ്റ്സ് നിർമ്മിച്ചു. റാക്കറ്റിൻ്റെ പ്രകാശനം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. കോസ്മോ സ്പോർട്സിൽ നടന്നുവരുന്ന ബാഡ്മിൻ്റൺ ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് ഭീമൻ റാക്കറ്റ് നിർമ്മിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി, മുൻ വോളിബോൾ താരം അബ്ദുൽ നാസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.